ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നത്. തണുത്ത് വിറച്ചുകൊണ്ടാണ് ഞാൻ ഈ അടുക്കള വശത്തെ ഗ്രിൽസ് എല്ലാം തുറക്കുന്നത്. ഇന്ന് നല്ല തണുപ്പാണ് ഉണ്ടായത്. രാവിലെ ചൂടുവെള്ളത്തിൽ കുളിച്ചാലോ എന്ന് വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ച് വേണ്ട, കണ്ണും പൂട്ടി പച്ചവെള്ളം തന്നെ അങ്ങെടുത്ത് മേത്തെടുത്ത് ഒഴിക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നുണ്ടെങ്കിൽ മീഡിയത്തിലുള്ള ചൂടൊന്നും പോരാ. എനിക്ക് നല്ല ചൂട് തന്നെ വേണം. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചൂട് തന്നെ വേണം. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എപ്പം ചീത്ത കിട്ടും. ഇത്രയും ചൂടുവെള്ളത്തിൽ കുളിക്കല്ല, സ്കിന്ന് പെട്ടെന്ന് ചുളിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് എപ്പം ചീത്ത കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് ചീത്ത വെണിച്ച് കൂട്ടുന്നതിനേക്കാളും നല്ലത് കണ്ണും പൂട്ടി പച്ചവെള്ളം എടുത്ത് മേത്ത് ഒഴിക്കുന്നതാണ്. അങ്ങനെ ഇതാ ഞാൻ കണ്ണും പൂട്ടി പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അധിക വ്ളോഗിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെക്കലുണ്ട്. അത് ഞാൻ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ആക്കിയിട്ടായിരിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെക്കുന്നത്. അപ്പോൾ ഈ ഡൗൺലോഡ് ആക്കുന്ന സമയത്ത് ഞാൻ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് നോക്കിയിട്ടാണ് എൻ്റെ യൂട്യൂബ് വ്ളോഗിലെല്ലാം മ്യൂസിക് ആഡ് ചെയ്യൽ. പക്ഷേ കോപ്പിറൈറ്റ് ഇല്ലയെന്ന് യൂട്യൂബിൽ കാണിച്ചാലും ചില സമയത്ത് പോസ്റ്റാക്കി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ആ വീഡിയോയിൽ കോപ്പിറൈറ്റ് വരും. കുറേ പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷം കോപ്പിറൈറ്റ് കണ്ടിട്ട് സങ്കടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെക്കണ്ടെന്ന് വിചാരിക്കുന്നത്. അതിനേക്കാളും നല്ല സൗണ്ടെല്ലാം എൻ്റെ വീടിന് ചുറ്റുവട്ടത്തായിട്ടുണ്ട്. കുരുവീരത്, അതുപോലെ തന്നെ കുയിലിൻ്റെത്, കാക്കേരത്, കോഴിയരുത്, എല്ലാത്തിൻ്റെയും സൗണ്ട് ഉണ്ട്. ഞാനില്ലെങ്കിൽ ഈ വ്ളോഗ് പോസ്റ്റാക്കുന്ന സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ കുരുവീര കലപില സൗണ്ടെല്ലാം ഞാൻ പരമാവധി കുറക്കലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതൊന്നും കുറക്കണ്ട, ഏതായാലും ഞാനിനി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എക്സ്ട്രാ ചേർക്കുന്നില്ല, ഈ ഒരു സൗണ്ട് തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതെന്തിനാണ് ഈ തുളസി ഞാനിങ്ങനെ നുള്ളിക്കളയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. തുളസി ഇടയ്ക്ക് ഇതുപോലെ നുള്ളിക്കളഞ്ഞാൽ നല്ല ഉഷാറിൽ പിടിക്കുമെന്ന് പറയലുണ്ട്. ചില വ്ളോഗെല്ലാം നല്ല റീച്ചിൽ പോകുന്ന സമയത്തായിരിക്കും ഈ കോപ്പിറൈറ്റ് കാണിക്കൽ. അപ്പം ഭയങ്കര വിഷമമാണ്. ഞാൻ ലാസ്റ്റ് പോസ്റ്റാക്കിൻ്റെ മുന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നല്ല റീച്ചായതാണ്. അന്ന് തന്നെ കോപ്പിറൈറ്റും വന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. അതുകൊണ്ട് ഇനി മുതൽ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെക്കണ്ടെന്ന് വിചാരിക്കുന്നു. ചെമ്പരത്തിപ്പൂവൊന്നും താഴെയില്ല, എല്ലാം മുകളിലേക്കാണ്. ഞാൻ താഴെ ഉണ്ടായത് എങ്ങനെയല്ലോ എത്തിപ്പിടിച്ചതാ ഒരു 3 പൂവ് പറിച്ചിട്ടുണ്ട്. ശരിക്കും പൂവ് നല്ലപോലെ വിടർന്നിട്ടില്ല. ഞാനിപ്പോൾ പുലർച്ചക്കാണ് ഈ പൂവ് പറിക്കുന്നത്. ശരിക്കും വിടർന്നിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ വിടരും. ഇതിപ്പം ആ കൂമ്പിച്ച പോലെ തന്നെ ഉണ്ടത്രേ. രാവിലെ എണീച്ച് കുളിച്ച് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സമാധാനമുണ്ട്. അതൊന്ന് വേറെ തന്നെയാണ്. ചില ആൾക്കാർ ചോദിക്കും ഭയങ്കര ദൈവവിശ്വാസിയാണല്ലേ, ഡെയിലി വീട്ടിൽ വിളക്ക് വെക്കും അല്ലേ, അങ്ങനെല്ലാം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ച് പണ്ടത്തെ ഒരു ഞാൻ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോവും, വിളക്ക് വെക്കും. അതല്ലാണ്ട് എൻ്റെ മനസ്സെന്ന് പറയുന്നത് എൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് ഡബിൾ മൈൻഡാണ് ഉണ്ടായത്. ഒരു സൈഡിലെ ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്, എന്നാലും മറു സൈഡെ ചില കാര്യങ്ങളെല്ലാം കാണുമ്പം ദൈവം ഉണ്ടോ, പ്രാർത്ഥിച്ചാൽ നടത്തി തരുമോ, ആ ഒരു മൈൻഡാണ് എൻ്റെ ഉള്ളിലുണ്ടായത്. ഡബിൾ മൈൻഡിലാണ് ഉണ്ടായത്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ എന്ത് കാര്യവും വിശ്വാസത്തോടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം നല്ലതായിട്ട് തന്നെ തീരും. ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സ് ഇതെല്ലാം ദൈവം നടത്തി തരുമോ, അങ്ങനെ ഒരു മൈൻഡാണ് ഉണ്ടായത്. പക്ഷേ കാലം കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ എന്ത് കാര്യവും ദൈവത്തിൽ നല്ലോണം വിശ്വസിച്ച് 1% പോലും നെഗറ്റീവായിട്ട് ചിന്തിക്കാണ്ട് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് എല്ലാം നടത്തി തരും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെ പ്രാർത്ഥിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ എന്ത് കാര്യം ചെയ്താലും അത് നല്ലതായിട്ട് തന്നെ തീരും. അത് ഞാൻ പേഴ്സണലി എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നത്. ഇത്ര നാളത്തെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. നെഗറ്റീവായിട്ട് ഒട്ടും ചിന്തിക്കാണ്ട് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം നല്ലതായിട്ട് തന്നെ തീരും. ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ പാത്രത്തിൻ്റെ സൗണ്ടെല്ലാം അമ്മയും കൂടി അടുക്കളയിൽ നിന്ന് രാവിലത്തെ ചായക്ക് വേണ്ട പലഹാരമാക്കുന്ന തിരക്കിലാണ്. അപ്പം ഞാൻ ഇന്നലെ വ്ളോഗ് എടുക്കുന്നത് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ നമുക്ക് നാളെ എന്തായാലും ദോശ വേണ്ട, കാരണം എൻ്റെ എല്ലാ വ്ളോഗിലും ദോശയാണ് ഉണ്ടാവല്. അതറിയാതെ സംഭവിച്ചു പോകുന്നത്. കറക്റ്റ് ദോശയാക്കുന്ന ദിവസം തന്നെ ആയിരിക്കും ഞാൻ എൻ്റെ വ്ളോഗും എടുക്കൽ. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നാളെ ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കുന്നുണ്ട്, അപ്പം ദോശക്ക് അരിയൊന്നും അമ്മ അരച്ചിടണ്ട, നാളെ വേറെ എന്തെങ്കിലും ചായക്ക് പലഹാരമാക്കാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യുക, അച്ഛനെ വിളിച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ പൊടി മേടിക്കാൻ പറ, നാളെ ഇടിയപ്പം ആക്കാമെന്ന് പറഞ്ഞു. ഇടിയപ്പം എന്ന് പറഞ്ഞാൽ നൂൽപുട്ട്, നമ്മുടെ അടുത്തെല്ലാം അതിന് ഇടിയപ്പം എന്നാണ് പറയൽ. ചിലപ്പോൾ നൂൽപുട്ട് എന്നും പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരുണ്ടാവും. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തിനാണ് ഈ പറഞ്ഞത് എന്നുള്ളത്. എൻ്റെ എല്ലാ വ്ളോഗിലും ദോശ അതുപോലെ തന്നെ ചക്ക, ഇത് രണ്ടും എന്തായാലും ഉണ്ട്. ഇത് രണ്ടും നിർബന്ധമാണ് എൻ്റെ വ്ളോഗിൽ. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, നാളെ എന്തായാലും ചായയുടെ പലഹാരം ദോശ വേണ്ടാന്ന് പറഞ്ഞു. ചക്ക എന്തായാലും ഇല്ലാതിരിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ചക്ക ഇല്ലാത്തൊരു ദിവസം എൻ്റെ വീട്ടിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് അച്ഛനും അമ്മമ്മയിലും എല്ലാം ഉണ്ട്. അവർക്ക് എന്തായാലും ഈ ചക്കയുടെ ഒരു സമയത്ത് അവരെന്തായാലും വീട്ടിൽ ചക്കയുടെ എന്തെങ്കിലും ആയിട്ടൊരു വിഭവം വീട്ടിലുണ്ടാക്കിയിരിക്കും. അങ്ങനെ വിളക്കെല്ലാം വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം അടുക്കളയിൽ പോയിട്ട് കുന്തിരിക്കം കത്തിച്ചു. ഇത് അടുക്കളയിൽ, ഹാളിൽ എല്ലായിടത്തായിട്ട് വെക്കും.
ചിലവർ എൻ്റെ വ്ളോഗ് പെട്ടെന്ന് തീർന്നു പോകുന്നതിലൊരു പരാതി ഉണ്ടാവലുണ്ട്. ആ പരാതി മാറ്റാൻ ഞാൻ ഈ ഒരു വ്ളോഗ് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് എടുത്തിട്ടുണ്ടായത്. ഇല്ലെങ്കിൽ ഞാൻ വ്ളോഗ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാവേണ്ട, മടുപ്പ് പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വ്ളോഗ് തീർക്കാൻ നോക്കലുണ്ട്. കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വ്ളോഗ് പരമാവധി നല്ല ലെങ്ത്തിലാക്കാമെന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ മുതലേ എല്ലാ കാര്യവും നല്ല ലെങ്ത്തിൽ തന്നെ എടുത്തിട്ടുണ്ടായിന്. വീട്ടിൽ അമ്മ ഫുഡാക്കുന്നതായാലും എല്ലാം നല്ല ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിനെ. അപ്പം അതിൽ വന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫുള്ള് വ്ളോഗ് ഞാൻ കുത്തിയിരുന്ന് എഡിറ്റാക്കി വോയിസ് ഓവർ ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം വീഡിയോ സേവ് ആവുന്നില്ല. കുറേ ശ്രമിച്ചിട്ടും വീഡിയോ എൻ്റെ ഗാലറിയിലോട്ടൊക്കെ സേവ് ആവുന്നേ ഇല്ല. ഞാൻ ലാസ്റ്റ് സുഹൃത്തായിട്ടനെ വിളിച്ചു നോക്കി. പിന്നെ എനിക്ക് മനസ്സിലായി അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ളതുകൊണ്ടാണ് ഗാലറിയിലോട്ടൊക്കെ സേവ് ആവാത്തത്. കഷ്ടപ്പെട്ട് എഡിറ്റാക്കിയതെല്ലാം ഞാൻ വീണ്ടും ഡിലീറ്റാക്കി, വീണ്ടും പഴയ പോലെ തന്നെ അത്ര ലെങ്ത്ത് ഇല്ലാണ്ട് ഷോർട്ടാക്കിയിട്ട് തന്നെയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റാക്കിയിട്ടുള്ളത്. കാരണം എനിക്ക് പറ്റുന്നില്ല, എന്തേന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പം സ്റ്റോറേജ് ഫുള്ളായതിൻ്റെ ആയിരിക്കും. പക്ഷേ സ്റ്റോറേജ് ഫുള്ളല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പരമാവധി വേണ്ട വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കിയിട്ടാണുള്ളത്. കുറേ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ആക്കിന്, വീഡിയോസ് ആയാലും ഫോട്ടോ ആയാലും. എന്നിട്ടും ഇത് ഗാലറിയിലേക്ക് സേവ് ആവുന്നില്ല. ഇതെന്തേന്ന് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു ചിലപ്പം ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ആക്കൽ. ചിലപ്പോൾ ഇനി ആപ്പിൻ്റെ പ്രശ്നമാണെന്നൊന്നും അറിയില്ല. ഞാൻ എന്നിട്ട് വീഡിയോ രണ്ടാമത് വീണ്ടും ലെങ്ത്തുള്ള വീഡിയോ എല്ലാം കട്ടാക്കി വീണ്ടും ഷോർട്ടാക്കിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ഇനി ഇൻഷോട്ട് എന്നുള്ള ആപ്പ് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ആപ്പിലേക്ക് നോക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ലെങ്ത്തിൽ എടുക്കാൻ പറ്റും തോന്നുന്നു. എനിക്കറിയില്ല, അറിയുന്ന ആരുടെങ്കിലും ചോദിച്ചു നോക്കണം. ഞാനും വിചാരിക്കലുണ്ട് ചില സമയത്ത് വ്ളോഗെല്ലാം കാണുമ്പം പെട്ടെന്ന് തീർന്ന് പോയി എനിക്കും തോന്നലുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും നല്ല ലെങ്ത്തിൽ തന്നെ ആക്കാൻ ശ്രമിക്കണം. എനിക്കാണെങ്കിൽ രാവിലെ ഉറങ്ങി എണീക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മേലും കൈയും വേദന. ഞാൻ കുറേ ദിവസമായി ഞാൻ ഡാൻസിൻ്റെ റീൽസൊന്നും പോസ്റ്റ് ചെയ്യാത്ത. കുറേ ആൾക്കാർ പറയലുണ്ട് ചേച്ചി എന്താ ഡാൻസിൻ്റെ റീൽസ് പോസ്റ്റ് ചെയ്യാത്ത. ഒരു കാലത്ത് ഞാൻ അടുപ്പിച്ച് ഡാൻസിൻ്റെ വീഡിയോസ് മാത്രമാണ് ഉണ്ടായത്. ഇപ്പോൾ പിന്നെ കുറേ ആയി ഞാൻ ഡാൻസിൻ്റെ വീഡിയോസൊന്നും എടുക്കലേ ഇല്ല. അതെന്തേന്ന് എനിക്കറിയില്ല. ചില സമയത്ത് ഞാൻ വിചാരിക്കും ഡാൻസ് കളിക്കണം എന്നല്ല, പിന്നെ അതിൻ്റെ വഴിയേ മറന്നങ്ങ് പോകും. അപ്പം ഇന്നലെ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിനി. ഭയങ്കരമായിട്ട് കുറേ കാലത്തിന് ശേഷം ഭയങ്കരമായിട്ട് മേലനങ്ങി തുള്ളി കളിച്ചതിൻ്റെ ക്ഷീണമാവെന്ന് അറിയില്ല. ഇന്ന് രാവിലെ എണീച്ചപ്പോഴേക്കും ഭയങ്കരമായിട്ട് മേലും കൈയും വേദന. രാവിലെ എണീച്ചായിട്ട് ഞാൻ പനി പിടിച്ചു എന്നാണ് വിചാരിച്ചത്. പക്ഷേ പനിയല്ല, ഇന്നലെ ഡാൻസ് കളിച്ചതിൻ്റെ മേലും കൈയും വേദനയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അമ്മമ്മയാണെങ്കിൽ ചൂടുവെള്ളം വെച്ചിട്ട് കുളിക്കാനില്ല പരിപാടിയാണ്. വീട്ടിലിപ്പോൾ ഞാനും അമ്മമ്മയും മാത്രമേ എണീച്ചിട്ടുള്ളൂ. കുഞ്ഞാൾക്ക് പിന്നെ കണ്ണിന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അവൾ ഒരേ റെസ്റ്റാണ്, ഒരേ കിടത്താണ്. അവൾക്ക് ഇതിനിടയിൽ ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. കണ്ണിനൊരു പോളക്കുരു വന്നിട്ട് അതെടുത്ത് കളയേണ്ടി വന്നിന്. എടുത്ത് കളഞ്ഞതിന് ശേഷവും അവൾക്ക് കണ്ണ് നല്ല വേദനയുണ്ട്. ഡോക്ടർ കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിനി. അവൾ കുറച്ച് ദിവസമായിട്ട് അവൾ ക്ലാസ്സിനൊന്നും പോയിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഇനി ഡോക്ടറെ അടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ടായിനി. അവിടെ ഇനി ഗ്ലാസ് വെക്കാൻ പറഞ്ഞിനി. അപ്പോൾ ഡോക്ടർ ഇന്നാന്ന് പോകാൻ പറഞ്ഞത്. ഇനി ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകണം. ഹെയറിൽ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തതെന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. എൻ്റെ ഹെയറിൽ ഞാൻ 2 പ്രാവശ്യം സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിനി. സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം ഹെയർ ബോട്ടോക്സ് ചെയ്തു. ഇപ്പം എനിക്ക് തോന്നുന്നു ബോട്ടോക്സ് എല്ലാം പോയി, പഴയ ഹെയറിനായി. ഇനിയിപ്പം ഹെയറിൽ ഇപ്പോഴൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു, പഴയ ഹെയറിനെ വന്നോട്ടെന്ന് വിചാരിക്കുന്നു. ചിലവർ പറയും പഴയ ഹെയറാണ് ഭംഗിയെന്ന്. പക്ഷെ എനിക്ക് എൻ്റെ ഹെയർ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ ഹെയർ എത്ര കെട്ടി വെച്ചാലും ഒരു വൃത്തിയിൽ നിൽക്കില്ല. എനിക്ക് കുറച്ചൊരു കേളി ആയിട്ടുള്ള ഹെയറാണ്. എനിക്ക് പണ്ട് മുതലേ നല്ല സ്മൂത്തനിങ് ആയിട്ടുള്ള ഹെയറാണ്, ഭയങ്കര നല്ല സ്ട്രെയിറ്റ് ഹെയറാണ് എനിക്ക് പണ്ടേ ഇഷ്ടം. ഭയങ്കര ആഗ്രഹമാണ് സ്മൂത്തനിങ് ചെയ്യണമെന്നെല്ലാം. അങ്ങനെ ഞാൻ സ്മൂത്തനിങ് 2 പ്രാവശ്യം ചെയ്തു. അതിനുശേഷം ബോട്ടോക്സ് ചെയ്തു. സ്മൂത്തനിങ് ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് ഹെയറിൽ ഡാൻഡ്രഫ് വന്ന പോലെ നല്ല ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് ഉണ്ട്. ഞാൻ ഹോം റെമഡീസ് എല്ലാം ചെയ്തിട്ട് കുറേ കുറച്ചു, എന്നാലും ചെറുതായിട്ടുണ്ട് അത്രേ. ഞാൻ വിചാരിക്കുന്നത് ഇനി ഒന്നും ഹെയറിൽ ചെയ്യണ്ടെന്ന് വിചാരിക്കുന്നത്. ഇപ്പം എനിക്ക് പഴയ ഹെയറിൽ എന്നെ കാണണം എന്നൊരാഗ്രഹം. പഴയ ഹെയർ വന്നു, കുറേയെല്ലാം ഹെയർ കേളിയായിട്ടുണ്ട് ഇപ്പം. അമ്മ ചായയിൽ മധുരം ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ലൈറ്റായിട്ട് മാത്രമേ മധുരം ഇടുള്ളൂ. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലവണ്ണം മധുരം എടുത്തിടും. എനിക്ക് നല്ല മധുരം വേണം. എൻ്റെ ചായയിൽ മാത്രമേ, എനിക്കും അച്ഛനും നല്ല മധുരം വേണം. വീട്ടിൽ ബാക്കി എല്ലാവർക്കും ലൈറ്റ് മധുരം മതി. എനിക്ക് ചായയെല്ലാം കുടിക്കുന്നുണ്ടെങ്കിൽ നല്ല മധുരത്തോടെ തന്നെ കുടിക്കണം.
ഇനി നമുക്ക് നേരെ പോയി ഇടിയപ്പാക്കിയാലോ. ഈ ഒരു ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പാണ്. കുറച്ച് ദിവസമായിട്ട് ഈ ഒരു പൊടി തന്നെയാണ് മേണിക്കൽ. ഇത് ഡബിൾ ഹോൾസിൻ്റെ ആണ്. മുന്നേ മേണിക്കലുണ്ടായത് ഭയങ്കര ഉറപ്പായിട്ടുള്ളൊരു ഇടിയപ്പാണ്. എനിക്കിതാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. ഇത് നല്ല സോഫ്റ്റാണ്. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ മാവെല്ലാം ഇതാ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ടുണ്ടായിനി. ഇത്ര നാളും മഴയേ ഉണ്ടായിട്ടാണ്, നല്ലൊരു കാലാവസ്ഥയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വന്നിട്ടുണ്ടായിനി. വീട്ടിൽ ഈ ചോറും കറിയെല്ലാം വെക്കുന്നത് അമ്മയും അമ്മമ്മേനെയാണ്. നമ്മ അങ്ങനെ വെക്കലേ ഇല്ല, പൂർണ്ണമായിട്ട് വെക്കില്ല എന്നല്ല. ഇപ്പം നമുക്കായിട്ട് എന്തെങ്കിലും ആവശ്യമെല്ലാം വരുമ്പോൾ ഞാനും കുഞ്ഞായും വെക്കലുണ്ട്. എന്നാലും അച്ഛനായാലും കൂടുതലും അമ്മയും അമ്മമ്മയും വെച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. ഞാനിപ്പം എന്തെങ്കിലും കറിയോ എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റേതായ രീതിയിലായിരിക്കും ആക്കൽ. എനിക്കാണെങ്കിൽ ഇവരത്ര കൈപ്പുണ്യൊന്നുമില്ല. ഇപ്പം വീട്ടിലൊരു മീൻകറി വെക്കുന്നുണ്ടെങ്കിലും എല്ലാ വീട്ടിലും തേങ്ങ അരച്ചായിരിക്കില്ലേ മീൻകറി വെക്കൽ. നമ്മളെ വീട്ടിൽ തേങ്ങ അരക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. മുളക് കറി എന്ന് പറയാതിന് നമ്മളെ വീട്ടിൽ അങ്ങനെയാണ് വെക്കൽ. അതാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. ഞാൻ വെക്കുന്നത് ആകെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരേ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് സുഹൃത്തേട്ടനാണ്. സുഹൃത്തേട്ടൻ അങ്ങനെ എന്ത് കറിയായാലും കുഴപ്പമില്ല, ഞാൻ എന്താക്കി കൊടുത്താലും അത് കഴിക്കും. ഇന്ന കറി വേണം, അത് ഇന്ന രീതിയിലാക്കണം, അങ്ങനത്തെ ഒന്നും ആഗ്രഹമൊന്നും സുഹൃത്തേട്ടനില്ല. ഞാൻ എന്താണോ ആക്കി കൊടുക്കുന്നത് അത് മതി, നീ എന്താണോ ആക്കുന്നത് അതെനിക്ക് മതി, ആ ഒരു ടൈപ്പാണ് സുഹൃത്തേട്ടൻ. അതിനിടയിൽ ഞാൻ പോയി അലക്കി. അത്ര കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രിത്തെ ഡ്രസ്സും ഇന്ന് രാവിലെ കുളിച്ച് മാറ്റിയ ഡ്രസ്സും മാത്രമേ ഉണ്ടായിട്ടു. എനിക്കാണെങ്കിൽ ഇപ്പം പുറത്തുനിന്ന് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റലേ ഇല്ല. പുറത്തത്തെ വീഡിയോ പരമാവധി ഞാൻ സ്റ്റാൻഡ് വെച്ച് എടുക്കലില്ല. എന്താ വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് മര്യാദക്ക് വെക്കാൻ പറ്റൂല. കുറച്ച് പേര് അഭ്യർത്ഥന മാനിച്ച് ഞാനിപ്പം ഇടയിലിടയിലേ വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാനൊരു 2 ആഴ്ച കഴിഞ്ഞിട്ടില്ലാണ് കൂടിപ്പോയൊരു വ്ളോഗ് പോസ്റ്റ് ചെയ്യൽ. അപ്പോൾ ഞാൻ ഇടയിലിടയിലേ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. ഈ ഒരു വ്ളോഗ് ഞാൻ ശനിയാഴ്ചയാണ് എടുത്തിട്ടുണ്ടായത്. അപ്പം ഞായറാഴ്ച എന്തായാലും ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച എടുത്തിട്ട് ശനിയാഴ്ച എഡിറ്റാക്കിയിട്ട് ഞായറാഴ്ച പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അതാണെങ്കിൽ ശനിയാഴ്ച എഡിറ്റ് ചെയ്ത് സേവ് ആക്കാനാണെങ്കിൽ പറ്റിയിട്ടുണ്ടായിട്ടാണ്. 2 ദിവസം ഞാൻ ഈ വ്ളോഗും കൊണ്ട് തന്നെ കളിച്ചിട്ടുണ്ടായിന്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായത്, സേവ് ആക്കാൻ പറ്റുന്നേ ഉണ്ടായിട്ടാണ്. ലാസ്റ്റ് നോക്കി എനിക്ക് പ്രാന്ത് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുറേ നേരം ഞാൻ ഈ ഫോണിൻ്റെ ഒപ്പം ഇരുന്നു, കുറേ കഷ്ടപ്പെട്ട് നോക്കിയിട്ടും സേവ് ആവുന്നുണ്ടായിട്ടാണ്. ഒടുവിൽ ഞാൻ എല്ലാം ഡിലീറ്റാക്കി. കൂടുതലെടുത്ത വീഡിയോസും കുറേ ഉണ്ടായിന്. ഇതിൽ ഞാൻ കുറേ വീഡിയോസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, എല്ലാം ഞാൻ റിമൂവ് ആക്കി കളഞ്ഞിട്ടായില്ല. സേവ് ആവാത്തതുകൊണ്ട് തന്നെ കുറേ വീഡിയോസെല്ലാം ഞാൻ കളഞ്ഞു. ഒടുവിൽ ഞാൻ വിചാരിച്ചു എഡിറ്റാക്കിയതെല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് വേണ്ടാത്ത പോർഷനെല്ലാം കളഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി എഡിറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഞായറാഴ്ച പോസ്റ്റ് ആക്കാണ്ട് തിങ്കളാഴ്ച, ഇന്ന് ഞാൻ വോയിസ് ഇടുന്നത് തിങ്കളാഴ്ചയാണ്. ഇനിയിപ്പം നോക്കിയിട്ട് ഇന്ന് തന്നെ പെട്ടെന്ന് ആവുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നാളെ പോസ്റ്റ് ചെയ്യും.
ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചില സമയത്ത് നല്ല സ്മൂത്തായിട്ട് എഡിറ്റാക്കും, സ്മൂത്തായിട്ട് സേവ് ആക്കും, അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ചില സമയത്താണ് ഒരു കളി, ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സേവ് ആവുമില്ല, എഡിറ്റാക്കാനും പണിയായിരിക്കും. എനിക്കാണെങ്കിൽ ഇൻഷോട്ടിലത്തെ എഡിറ്റ് മാത്രമേ അറിയൂ, ഞാൻ അങ്ങനെ ക്യാപ് കട്ടൊന്നും യൂസ് ആക്കില്ല. എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിനി ക്യാപ് കട്ടിലേക്ക് മാറി, ക്യാപ് കട്ടല്ലേ കുറച്ചുകൂടി നല്ലതെന്ന്. പക്ഷേ ഞാൻ പണ്ട് മുതലേ ഇൻഷോട്ടിൽ തന്നെ എഡിറ്റ് ആക്കുന്നതുകൊണ്ട് എനിക്ക് അതിൽ മാത്രമേ അറിയുള്ളൂ. ഞാൻ അങ്ങനെ ക്യാപ് കട്ടിലേക്ക് ഞാൻ ഇതുവരെ മാറാൻ ശ്രമിച്ചിട്ടാണ്. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിനി ഇൻഷോട്ടിനേക്കാളും നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ കിട്ടലെല്ലാം ക്യാപ് കട്ടാണെന്ന്. ട്രൈ ചെയ്ത് നോക്കണം, യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കണം എഡിറ്റ്. അങ്ങനെ അമ്മമ്മയും കുളിച്ച് നല്ല സുന്ദരിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. അച്ഛന് ഈ ഇടിയപ്പം അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അച്ഛന് വേണ്ടിയിട്ട് അമ്മമ്മ പത്തിലാക്കിയെന്ന്. ചില ദിവസം ഇതുപോലെ വീട്ടിൽ 2 ഫുഡ് ആക്കേണ്ടി വരും. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡൊന്നും അച്ഛന് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. വീട്ടിൽ ഉഴുന്ന് ദോശ ആക്കുന്ന ദിവസം അച്ഛന് വേണ്ടിയിട്ട് അരി പൊങ്ങിച്ചതോ അരിയും കടലയോ അങ്ങനെ എന്തെങ്കിലും ആക്കും. അച്ഛന് ഈ ഉഴുന്ന് ദോശയൊന്നും അത്ര ഒരു ഇഷ്ടമല്ല, ഏകദേശം അച്ഛൻ്റെ അതേ ടൈപ്പാണ് ഞാനും. എനിക്ക് ഉഴുന്ന് ദോശ ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ചില സമയത്ത് ഉഴുന്ന് ദോശ കഴിച്ചു കഴിഞ്ഞാൽ ഈ അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ തേട്ടിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ഈ നെഞ്ഞരിച്ചിലെടുക്കും, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേ സെയിം സാധനം അച്ഛനും ഉണ്ട്, അമ്മമ്മക്കും ഉണ്ട്, അച്ചച്ചനും ഉണ്ട് വീട്ടിൽ. ചില സമയത്ത് ഈ നെഞ്ഞരിച്ചൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് സഹിക്കാനേ പറ്റൂല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി ഉഴുന്ന ദോശ നന്ന കഴിക്കൽ കുറക്കലാണ്. സെയിം അവസ്ഥയാണ് അച്ഛനും ആയതുകൊണ്ട് അച്ഛനും ഉഴുന്ന ദോശ ഞാൻ കഴിക്കില്ല. ഉഴുന്ന ദോശ ആക്കുന്ന ദിവസം അരി പൊങ്ങിച്ചോ അരിയും കടലയോ അങ്ങനെ എന്തെങ്കിലും ആക്കും. അപ്പോൾ ഇന്നും ഇടിയപ്പം ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞു എനിക്ക് ഇടിയപ്പം വേണ്ട, 10 മതി എന്ന് പറഞ്ഞു. അപ്പം അമ്മ ഇപ്പുറത്തുനിന്ന് ഇടിയപ്പം ആക്കുമ്പം അമ്മമ്മ അപ്പുറത്തുനിന്ന് 10 ഒട്ടുമിക്ക എല്ലാ ഫുഡ് ആക്കേണ്ടിയും അച്ഛ വീട്ടിൽ തന്നെ ഉണ്ട്. ആദ്യത്തെ വീഡിയോയിൽ നല്ല ലെങ്ത് ആക്കിയിട്ട് പണി കിട്ടിയോണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ നന്ന ഷോർട്ടാക്കിയിട്ടാണെന്നില്ല തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഇല്ലത്രേനേക്കാളും നന്ന കുറഞ്ഞു പോയി ഈ വ്ളോഗിൻ്റെ ലെങ്ത്ത്. ഞാൻ വ്ളോഗ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അമ്മമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി, അമ്മമ്മ ചക്ക നമുക്ക് ഇന്നത്തെ വ്ളോഗിൽ വേണ്ട, എൻ്റെ എല്ലാ വ്ളോഗിലും ചക്ക ഉണ്ടാവലുണ്ടെന്ന് പറഞ്ഞു. മെയിനായിട്ട് അച്ഛനും അമ്മമ്മക്കും വേണ്ടിയിട്ടാണ് വീട്ടിൽ ചക്ക ആക്കുന്നത് തന്നെ. അപ്പോൾ അമ്മമ്മ പറഞ്ഞു ഈ വർഷത്തെ ചക്ക തീർന്നു മോളെ, ഇന്ന് ലാസ്റ്റത്തെ ചക്കയാണ്, ഇന്ന് എന്തായാലും ആക്ക ചക്ക, ഫോണിലിട്ടോ അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും അമ്മമ്മയുടെ ആഗ്രഹമില്ല, അതുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ചു. അമ്മമ്മക്ക് അമ്മമ്മ എന്ത് ഫുഡാക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളെ കൂടി കാണിക്കണം, അത് അമ്മമ്മക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനിടയിൽ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ അമ്മമ്മയുടെ അടുത്ത് നിന്ന് ചക്ക വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അമ്മമ്മ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യ്, ചക്കയിൽ വേറെ എന്തെങ്കിലും ആക്കാം നമുക്ക്, പിന്നെ ചക്ക വരട്ടി ആക്കാമെന്ന് ഞാൻ കുറച്ച് ദിവസമായി അമ്മമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മമ്മ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യുന്ന ചക്ക വരട്ടി ആക്കാമെന്ന് പറഞ്ഞു. ഞാൻ കുറേ ആയി ഈ ചക്ക വരട്ടിയുടെ വീഡിയോസ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ അമ്മമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമ്മ ഇനി പഴുത്ത ചക്ക കിട്ടിയാൽ ചക്ക വരട്ടി ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ അമ്മമ്മ പറഞ്ഞു ഇന്ന് എന്തായാലും ലാസ്റ്റ് ചക്കയല്ല നമുക്ക് ചക്ക വരട്ടി ആക്കാമെന്ന് പറഞ്ഞു. അതിനിടയിൽ ഞാൻ നേരെ പോയി ചായ കുടിച്ചു. ഇന്ന് ഞാൻ ചായ കുടിക്കുന്നത് കുറച്ച് നേരത്തെയാണ്. ഇന്നലെ രാത്രിയിൽ കിടക്കാൻ നേരം എനിക്ക് വിശപ്പേ ഉണ്ടായിട്ടായതുകൊണ്ട് ഞാൻ ഒന്നും കഴിക്കണ്ടെന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായത്. രാവിലെ ആകുമ്പോഴേക്കും നല്ല വിശപ്പ്. അപ്പോൾ അമ്മ പറഞ്ഞു റസ്ക് ഉണ്ട്, റസ്ക്കും ചായയും കുടിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇടിയപ്പം ആയിട്ടുണ്ടായിട്ടാ. എനിക്കാണെങ്കിൽ ചില സമയത്ത് റസ്ക്കും വയറ്റിൽ പിടിച്ചോന്ന് വരില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട റസ്ക് കഴിക്കണ്ട, ഏതായാലും ഇടിയപ്പമായിട്ട് ഇടിയപ്പം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഫുഡ് കഴിക്കുന്നത് കുറച്ച് നേരത്തെയാണ്, ഇല്ലെങ്കിൽ ഞാൻ കുറേ വൈകലുണ്ട്. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ വേഗം ചായ എടുത്ത് കുടിച്ചു. അതിനുശേഷം കുറച്ച് നേരം ഞാനും കുഞ്ഞാവും അമ്മയും ഇരുന്ന് TV കണ്ടു. അമ്മയാണെങ്കിൽ ഉച്ചത്തേക്ക് ചക്കക്കുരു വറവാക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു ഫുള്ള് ക്ലീൻ ചെയ്യുമെന്നേ. ചോറ് എപ്പം ഇപ്പുറത്തെ അടുപ്പ് തന്നെയാണ് വെക്കൽ, ഗ്യാസിൽ അങ്ങനെ വെക്കയില്ല. കണ്ട അമ്മമ്മ കുറേ ചക്കക്കുരു അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മമ്മയ്ക്ക് ചക്ക മാങ്ങ തേങ്ങ ഇതെല്ലാം തന്നെയാണ് മെയിൻ. ഇവർക്ക് രണ്ടാൾക്കും അങ്ങനെ ഹോട്ടൽ ഫുഡൊന്നും പിടിക്കുകയില്ല. അച്ഛനും അത് അമ്മമ്മക്കും അതെ, അവർ വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കൽ. അച്ഛൻ പിന്നെയും കഴിക്കുകയെ, അച്ഛൻ ഈ പൊറോട്ട ചില്ലി അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അമ്മമ്മക്ക് അച്ഛൻ കഴിക്കുന്നതിന് അമ്മമ്മ കഴിക്കില്ല. അച്ഛൻ പിന്നെയും കഴിക്കും, നമ്മളപ്പുറം പുറത്ത് വന്നാലും അച്ഛൻ കഴിക്കും, പക്ഷെ അമ്മമ്മ കഴിക്കുന്നത് കുറവാണ്. അച്ഛൻ ടീഷർട്ട് ഇടുന്നതാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമെന്ന് ഞാൻ മുന്നേത്തെ ഡൈൻ മൈ ലൈഫ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ അതിലൊരു കമൻറ്റും കണ്ടിട്ടുണ്ടായിന് അച്ഛൻ ഹുഡ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പം ഞാൻ നിങ്ങളെ കമൻസിൽ അച്ഛനെ കാണിച്ചു കൊടുക്കലുണ്ട്. അപ്പം ഇന്ന് അച്ഛൻ ഇതുവരെ ഇടാത്തൊരു ടീഷർട്ട് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമായി അച്ഛൻ ടീഷർട്ട് ഇട്ടിട്ട്. ഇത് അച്ഛൻ്റെ ഒരു കസിൻ ബ്രദർ അച്ഛൻ മുന്നേ എറണാകുളം പോയ സമയത്ത് മേടിച്ചു കൊടുത്തതാണ്. മേടിച്ചത് മുതൽ അച്ഛൻ അലമാരിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടാണ് ഈ ഒരു ടീഷർട്ട്. നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറേ കാലത്തിന് ശേഷം ഇന്ന് എടുത്തിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു അച്ഛന് ടീഷർട്ട് ഇടുന്നതാണ് രസം എന്ന് കമൻറ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇന്നത് എടുത്തിട്ടത്. എനിക്ക് ഒരു കളറും നല്ല ഇഷ്ടമായി ടീഷർട്ടിൻ്റെ. എനിക്ക് ഇതുപോലത്തെ മെറൂൺ കളറിൽ ഭയങ്കര ഇഷ്ടമാണ്.
ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നല്ല രസമുണ്ട്, ഷർട്ട് ഇടുന്നതിനേക്കാൾ എത്രയോ നല്ലത് ടീഷർട്ടാണ്. അച്ഛൻ അങ്ങനെ ടീഷർട്ട് ഇടുകയില്ല, ടീഷർട്ട് ഇടുന്നത് നന്ന കുറവ് നല്ല ഇടലേ ഇല്ല. അപ്പം ടീഷർട്ട് ഇട്ടിട്ട് നല്ല അടിപൊളി ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് സന്തോഷമാണ് ഇപ്പം ഈ കാണുന്നത്. അമ്മമ്മ ചക്ക വരട്ടി ആക്കാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അച്ഛനടുത്ത് പീടിയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടായിനി, കുറച്ച് ലീസ്റ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിനി. അപ്പം അച്ഛൻ പീടിയിലേക്ക് പോയിട്ടാന്നില്ലേ. വീട്ടിൽ ആദ്യമായിട്ടാണ് ഈ ചക്ക വരട്ടിയെല്ലാം ട്രൈ ചെയ്യുന്നത്, സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം ചക്ക വരട്ടി ആക്കിയിട്ട് ഒരു വൈകുന്നേരം ആകുമ്പം ഹോസ്പിറ്റലിലേക്ക് പോകണം. വൈകുന്നേരം ആകുമ്പോൾ അച്ഛൻ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഇല്ലാത്ത പ്രാണികളൊന്നുമില്ല. പ്രാണിയായാലും പക്ഷികളായാലും എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഇല്ലാത്ത ഒന്നുമില്ല. എനിക്കിഷ്ടമല്ലാത്ത ഒന്നാണ് ഈ ഒരു സാധനം, കാക്കയല്ല, ഈ ഒരു തവള. എനിക്ക് കാണുമ്പോഴേ എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ സ്കിന്ന് കാണുമ്പോഴേ പാമ്പിൻ്റെ ആ ഒരു ടൈപ്പ്. സത്യം പറഞ്ഞാൽ എനിക്കിത് കാണുമ്പോഴേ പേടിയാണ്. ഇത് വീടിൻ്റെ മുറ്റത്തുണ്ടായതാണേ, ഞാൻ സൂം ചെയ്തെടുത്തിയാണ്, അതിൻ്റെ അടുത്തേക്ക് ഞാൻ എന്തായാലും പോവില്ല. അതിനിടയിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് കടയിൽ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിനി. അച്ഛൻ അതാ പോയിട്ട് വരലായി. സൈക്കിൾ എടുത്തിട്ട് ഇതുവഴിയൊന്നും വരാനേ പറ്റൂല, ഇവിടെ ഫുള്ള് വെള്ളം കയറിയോണ്ട് തന്നെ സൈക്കിളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഉരുട്ടിയിട്ട് വേണം വരാൻ. അച്ഛൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ സൈക്കിൾ എടുത്തിട്ട് തന്നെയാണ് പോകല്. എനിക്ക് തോന്നി ഈ സൈക്കിൾ മുന്നേ കുഞ്ഞാവ +2 പഠിക്കുമ്പോൾ എടുത്ത സൈക്കിളാണെന്ന് തോന്നുന്നു. എനിക്കിതിൻ്റെ ഒരു റോസ് കളർ സൈക്കിളാണ് എനിക്കുണ്ടായത്. എൻ്റെത് ഇപ്പം കാണാനേ ഇല്ല, ആരിക്കോ കൊടുത്തെന്ന് തോന്നുന്നു. ഇത് കുഞ്ഞാവരുതാണെന്നാണ് എനിക്ക് തോന്നുന്നു. മീനിൻ്റെ മണം അടിച്ചപ്പോഴേക്കും രണ്ടാൾ വന്നിട്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ടായിനെ. ആദ്യം ചക്ക പായസമാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ഏലക്കായും മുന്തിരിയെല്ലാം മണിക്കാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ ചക്ക വരട്ടി ആക്കുമ്പം ഇതൊന്നും വേണ്ട, അത് വെറുങ്ങനെ എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ വെറുങ്ങനെ എടുത്ത് കഴിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്ന് TV കണ്ടു. അതിനിടയിൽ പോയി കുറച്ച് നേരം കിടന്നുറങ്ങി. എനിക്കാണെങ്കിൽ മേലും കൈയും വേദന കൊണ്ട് തന്നെ കുറച്ച് നേരം ഞാൻ അതൊന്ന് കുറേട്ട് നേരിച്ചിട്ട് കുറച്ച് നേരം പോയി കിടന്നുറങ്ങി. എനിക്ക് ഈ പേരക്ക ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു പേരക്ക എടുത്ത് കഴിച്ചു. ഉച്ചയാകുമ്പോഴേക്കും അമ്മമ്മ മീൻ പൊരിക്കുകയാണ്. അതിനിടയിൽ മീൻകറി ആക്കുന്ന വീഡിയോ നിനക്ക് എടുക്കാൻ പറ്റിയിട്ട. ആ സമയത്തെല്ലാം ഞാൻ പോയി കിടന്നുറങ്ങിയാണ് ഉണ്ടായത്. അങ്ങനെ ഉച്ചക്കേക്കില്ല എല്ലാം ആയിട്ടുണ്ട്. അത് ചോറ് കഴിക്കുന്നതിന് മുന്നേ അമ്മ പറഞ്ഞു നമുക്ക് ചക്ക വരട്ടി ആക്കിയിട്ട് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു.
നമുക്ക് രണ്ടാൾക്കും വലിയ ധാരണയില്ല. യൂട്യൂബ് നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഈ ചക്കവരട്ടി ആക്കുന്നത്. ഇനിയിപ്പോൾ ചക്കവരട്ടിയിലാക്കിയതിന് ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ആദ്യം അച്ഛൻ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ അച്ഛൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റൂല, കുറച്ച് തിരക്കുണ്ട്, നിങ്ങൾ ബസ്സിന് പോയിക്കോ, ഞാനൊരു ഡോക്ടറെ കാണിച്ചിട്ട് ഒരു സന്ധ്യ ആകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞു. ഈ പോളക്കുരു എടുത്ത് പറഞ്ഞെന്ന് പറയുമ്പം കുറേ പേർക്ക് അതിശയാന്നുണ്ടായത്. പോളക്കുരു എന്തിനാണ് എടുത്ത് കളയുന്നത്, അത് തന്നാനേ പോലെയെന്ന്. കുഞ്ഞിനിതിപ്പം 2ാമത്തെ പ്രാവശ്യമാണ് എടുത്ത് കളയുന്നത്. 2 പ്രാവശ്യവും ഓൾക്ക് അത് പോയിട്ടുണ്ടായിട്ടാണ്, അത് അവിടെ പെർമനൻ്റ് ആയിട്ട് തന്നെ ഉണ്ടായിന്. ഓൾക്കാണെങ്കിൽ ഭയങ്കര പെയിനും ഉണ്ട്. ഇപ്പം കുറേ ഈ കണ്ണിൻ്റെ പോളക്കുരു കൊണ്ട് ഓൾക്ക് കുറേ ക്ലാസ് ആയാലും ലീവാക്കേണ്ടി വന്നിന്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും എടുത്ത് കളയലേ വഴിയില്ലോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. നമ്മൾ ഈ കണ്ണിൻ്റെ 41 ഞരമ്പിനും ചില ആൾക്കാർക്ക് വരലുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുഞ്ഞാക്കിപ്പോൾ 2 പ്രാവശ്യം വന്നു. ഇനി ഇന്ന് പോയിട്ട് ഗ്ലാസ് വെക്കണമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ വരില്ല, ചിലപ്പോൾ വീണ്ടും വരും. കുറേ പേര് കണ്ണിന് അങ്ങനെ ചെയ്താൽ പൊളക്കുരു പോകും, ഇങ്ങനെ ചെയ്താൽ പൊളക്കുരു പോകുന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ടിപ്സായിട്ടെല്ലാം വന്നിട്ടുണ്ടായിനി. കുഞ്ഞാ കുറേ സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഓൾക്കത് പോയിട്ടേ ഉണ്ടായിട്ടാ. ലാസ്റ്റ് ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കഴിച്ചു, ഗുളിക കഴിച്ചു, ഓയിൽമെൻറ്റ് തേച്ചു, ഒന്നും ഒരു കുറവില്ല. ലാസ്റ്റ് എടുത്ത് കളയലേ വഴിയേ ഉണ്ടായിട്ടു. ഇതേ സെയിം കുരു ഇപ്പം അച്ഛൻ്റെ കണ്ണിനുണ്ട്. അച്ഛനാണെങ്കിൽ കുഞ്ഞാറത് കണ്ടുകൊണ്ട് ഇപ്പോൾ ഭയങ്കര പേടിയാണ്. ഇനിയിപ്പം എടുത്ത് കളയുന്നില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. സെയിം സാധനം തന്നെ എൻ്റെ കണ്ണിനുണ്ട്. പക്ഷെ എൻ്റെ കണ്ണിന് ഇവരത്ര കാണാനില്ല. എനിക്ക് കുറച്ച് ഉള്ളോട്ടേക്ക്, എനിക്ക് തൊടുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ. കുഞ്ഞാക്കും അച്ഛനും പുറത്തേക്ക് തന്നെ കാണാനുണ്ട്. അച്ഛന് പെയിൻ ഇല്ല, കുഞ്ഞാക്കാണെങ്കിൽ ഭയങ്കര പെയിൻ. അവൾക്കിപ്പോൾ എടുത്ത് കളഞ്ഞതിന് ശേഷവും ഭയങ്കര പെയിൻ ഉണ്ടെന്നാണ് പറയുന്നത്. കുറേ ക്ലാസ്സെല്ലാം ലീവാക്കി, കുറേ ദിവസമായി ലീവാക്കിയിട്ട് ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്. നമുക്ക് പെയിൻ പോകുന്നേ ഇല്ല. എനിക്കതിനിടയിൽ വേറൊരു പണി കിട്ടിയിട്ടാന്നല്ലേ. ഞാനാണെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് 2-3 ഷെയ്ഡ് മിക്സ് ആക്കിയിട്ടാണ് ലിപ്പിൽ അപ്ലൈ ചെയ്യൽ. അതിലേതോ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് പണി തന്നിട്ടുണ്ട്. എൻ്റെ ലിപ്പാണെങ്കിൽ ചെറുതായിട്ട് പൊള്ളിയിട്ട് ആ ഒരു സൈഡ് ബ്ലാക്ക് കളറിലായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് ഇടാൻ പറ്റുന്നില്ല, ലിപ്പ് ഭയങ്കരമായിട്ട് കത്തുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ലിപ് ബാമാണ് ഇട്ടിട്ടില്ലേ. ഏത് ലിപ്സ്റ്റിക്കിലാണ് ഈ പണി കിട്ടിയതെന്ന് എനിക്കറിയില്ല. ഞാൻ 3 ഷെയ്ഡ് മിക്സ്ഡ് ആക്കിയിട്ട് തേച്ചോണ്ട് തന്നെ ഏതിലാണ് പണി കിട്ടിയതെന്ന് അറിയില്ല. 3ഉം അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഇതിലേതാണ് പണി കിട്ടുകയെന്ന് എനിക്കറിയില്ല. അങ്ങനെ വെള്ളം പാവ് കാച്ചിട്ട് അതിലേക്ക് ചക്ക മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടായിന്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് അധികമായിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് അതിൽ നെയ്യ് ഒഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് അമ്മമ്മ മീൻകറി ആക്കി. ഞാനും അമ്മയും അപ്പുറത്തെ അടുക്കളയിൽ നിന്ന് ചക്കാരട്ടി ആക്കി. എല്ലാം സെറ്റായി വരുമ്പോഴേക്കന്നെ നല്ലൊരു മണം വന്നിന്, ആ ഒരു പഴുത്ത ചക്കര മണം. ഞാനാണെങ്കിൽ അതിനിടയിലിടയിൽ ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര ചൂടാണ്. അങ്ങനെ കുറച്ച് തണിഞ്ഞതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ചക്ക ശരിക്കും പറഞ്ഞാൽ ഉടച്ചിടണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ ഉടക്കുന്നതിനേക്കാളും കുറച്ചൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഇതുപോലെ ഉടക്കാണ്ടിട്ടപ്പോൾ. എനിക്കിതാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമായത്. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അധികം ഉടക്കണ്ടാന്ന്. അതിനിടയിൽ ആ ചക്കയുടെ പീസ് കൂടി കിട്ടുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിന്. വിചാരിച്ച കണക്കേ അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടാണ്. ഫ്ലോപ്പായി തന്നെ വിചാരിച്ചത്. എന്താ വെച്ചാൽ വെള്ളം കുറച്ച് കൂടുതലാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ കഴിച്ചു നോക്കുന്ന സമയത്ത് എല്ലാം നല്ല കറക്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് കുറേ ദിവസം നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് അങ്ങനെ കേടായി പോകുന്നില്ല. നല്ല ചൂടുണ്ട്. അപ്പം അമ്മ ഉള്ളിൽ എന്നോട് വിളിച്ച് പറയുന്നുണ്ട് പല്ല് പോയേക്കല്ല നല്ല ചൂടിൽ കഴിച്ചിട്ടെന്ന്. അതുകൊണ്ട് ഞാൻ തണിച്ചാണ് കഴിക്കുന്നത്. എനിക്കാണെങ്കിൽ ടേസ്റ്റ് കൊണ്ട് എല്ലാം പെട്ടെന്ന് വായിലേക്ക് എടുത്ത് തരണമെന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇത്രയും ടേസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പഴുത്ത ചക്ക കിട്ടുമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എനിക്കാണെങ്കിൽ ഈ ബസ്സിന് പോകാൻ ഭയങ്കര മടിയാണ്. അതിനിടയിൽ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ബസ്സിന് പോയിക്കോന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ബൈക്ക് ഇഷ്ടമാണ്, അതുപോലെ കാർ ഇഷ്ടമാണ്, ട്രെയിൻ ഇഷ്ടമാണ്. ബസ് എനിക്ക് ശരിയാവുകയേ ഇല്ല. എനിക്ക് എന്താ അറിയാം, എനിക്ക് പണ്ടേ എനിക്ക് ബസ് അത്ര വലിയൊരു ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ബസ്സിന് പോകുമെന്ന് പറഞ്ഞപ്പം ആകെ എന്തോ ഒരു മൂഡ് ഓഫ് പോലെയാണ് ഉണ്ടായത്. ഇനി നേരെ പോയി ചോറ് കഴിക്കണം. എനിക്ക് ഈ മുട്ട വറവിൽ ചിക്കൻ മസാല ഇടുന്നതാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. ഇനിയിപ്പോൾ ചോറ് കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഡോക്ടർ 5:30 വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ നേരെ പോയി ചോറ് കഴിച്ചു. 2 ദിവസം മുന്നേ അമ്മയും കുഞ്ഞാവി അച്ഛനും കൂടി ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടുണ്ടായതാണ്.
അവർക്കാണെങ്കിൽ ഡോക്ടറെ വിളിക്കാൻ ഓർമ്മയുണ്ടായിട്ടാ, വിളിച്ച് ചോദിക്കാൻ ഓർമ്മയുണ്ടായിട്ടാ. അവിടെ എത്തുമ്പോഴേക്കും കറക്റ്റ് ഡോക്ടർ ക്ലോസ് ആക്കിയിട്ടുണ്ടായിനി. അതുകൊണ്ടാണ് ഇന്ന് പോകേണ്ടി വന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം അവിടെ വെറുതെ ഇരുന്നു ടി വിയും കണ്ടുകൊണ്ട്. അപ്പോഴേക്കും പെപ്പ വന്നിട്ടുണ്ടായിനി. അങ്ങനെ കുറച്ച് നേരം ഓനോടും വർത്താനം പറഞ്ഞാടിരുന്നു. ഒട്ടകം അതോ ഒട്ടകത്തിന്റെ അപ്പുറം നീ ഇപ്പൊ വെച്ചത് അങ്ങാടാ പശു വന്നത് ഇങ്ങോട്ട് കിടത്ത മണി നോക്കട്ടെ, കാണുന്നില്ല, നോക്കട്ടെ. ആ അല്ല അല്ല, ഇതെന്താ അമ്മ? ചെമ്മരിയാടാ? ഇത് ചെമ്മരിയാടാ അമ്മ? ചെമ്മരിയാട്. അതോ അതെന്താ കൈമയില്ലത്? അതെന്ന് ഇപ്പൊ കൈമയില്ലത് നോക്കട്ടെ. ആ അമ്മായി കൈമയോ? അതെന്ന് അതെന്ന് എല്ലാം അറിയാല്ലേ? ആര് പറഞ്ഞേ? ആര് പറഞ്ഞേ? ആര് പറഞ്ഞേ? ആര് പറഞ്ഞേ? തട്ടി പറയല പറ, ആര് പറഞ്ഞേ പറ. അങ്കൻവാടി പോകുന്നില്ല? അങ്കൻവാടി പഠിപ്പിച്ച പാട്ട് പാടിയേ, അങ്കൻവാടി പഠിപ്പിച്ച പാട്ട് പാട്. ആ എന്നാ പറ. ആ ഹിപ്പോപ്പൊട്ടാമസ് പറ. അത് പൊട്ടാസ് അല്ല, പൊട്ടാമസ്. അതാ നീളം വെച്ചത്, ആ നീളം വെച്ചത്. ആര് പറ. ആ സിംഹം അല്ല, സിംഹം. സിംഹം ഹം എന്ന് പറഞ്ഞേ. സിംഹം സിംഹം ഹം പറ. സിംഹം. ആ അതന്നെ. അതിന്റെ അപ്പുറത്തോ? ഒട്ടകം. അതിന്റെ അപ്പുറത്തോ? അല്ല, ചെമ്മരിയാട്. ഇതാ കൊടുത്തു. ചെമ്മരിയാട് ഇത് ഇതാ ചെമ്മരിയാട്. അത് മാൻ. അതിന്റെ അപ്പുറത്തോ? ഇതെന്തെന്ന്? ഇതെന്തെന്ന്? സിംഹം. സിംഹം. അമ്മമ്മക്കൊന്നും അറിയില്ല. അതന്നെ സിംഹം. ഹം അതന്നെ. എന്നോട് പറഞ്ഞേ. ആ സിംഹം. ആ നല്ല മൻ. എല്ലാം അറിയാ എൻ്റെ മോന്. എന്തെന്ന് വേണ്ടിവനാകും. എന്തിനി? ചളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പെപ്പനോട് എൻ്റെ അമ്മ അത്രയും പറഞ്ഞിട്ടുണ്ടായിനി. ഓനാണെങ്കിൽ ചളിയിൽ ഇറങ്ങാത്തോണ്ടൊരു സമാധാനമില്ല. അതിനിടയിൽ അവൻ്റെ അമ്മയുടെ അടുക്കുന്ന ഒരു അടിയും കിട്ടി. വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ വിളിക്കണമെന്ന് വാച്ചിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ വാച്ചിച്ചിനെ വിളിച്ച്. ഓനാണെങ്കിൽ ഓൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുന്നേ ഓൻ ഒറ്റക്കന്നെ അങ്ങോട്ടേക്ക് പോകണം. ഒരു വൈകുന്നേരം ആകുമ്പം ഞാനും കുഞ്ഞാവും അമ്മയും ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയെന്ന്. എനിക്കാണെങ്കിൽ പോകാൻ ആകെ ഒരു ബുദ്ധിമുട്ട്. എനിക്ക് ബുദ്ധിമുട്ട് എന്നല്ല, എനിക്ക് സ്വതവേ ഞാൻ പണ്ടൊരിക്കൽ ബസ്സിൽ നിന്ന് വീണിട്ടുണ്ടായിനി. അതായത് ചെറിയ കുഞ്ഞില്ല സമയത്ത് നമ്മൾ എല്ലാവരും കൂടി അതൊരു അമ്പലത്തിൽ പോകുമ്പം ഞാൻ ബസ്സിൽ വീണു. അതിനുശേഷം എനിക്ക് ബസ് ഭയങ്കര പേടിയാണ്. പിന്നെ കുറേ ഞാൻ സ്കൂളിൽ പോയതെല്ലാം ബസ്സിൽ തന്നെയാണ്. എന്നാലും എനിക്ക് ഈ ബസ് അത്ര വലിയൊരു ഇഷ്ടമല്ല. കുറേ നേരം ബസ് കാത്തു നിന്നിട്ടുണ്ടായിനി. ബസ്സാണെങ്കിൽ കാണുന്നേ ഇല്ല. ഒടുവിൽ അതാ ഒരു മിന്നായം പോലെ ബസ് ഞാൻ കണ്ടു. എന്തോ ഭാഗ്യത്തിന് ബസ്സിൽ തിരക്കുണ്ടായിട്ടാ. ഡോക്ടറെ അടുത്ത് പോയ ഡേറ്റ് ഫസ്റ്റ് കുഞ്ഞാൾക്ക് ഗ്ലാസ് നോക്കി. ഓൾക്കാണെങ്കിൽ ഈ ഗ്ലാസ് ഇടാൻ ഭയങ്കര മടിയാന്നുണ്ടായത്. ഗ്ലാസ് ഇട്ടതിന് ശേഷം എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്നെ ഇപ്പോൾ കാണാൻ പച്ചക്കുതിരയത്ത് ദിലീപിനെ പോലെ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. ഓൾക്കാണെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് ഉണ്ടായത് ഫസ്റ്റ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിനി. കുഞ്ഞാരുടെ മുഖം ചെറിയ മുഖമായതുകൊണ്ട് തന്നെ ഓൾക്ക് ചേരുന്ന ഗ്ലാസ് ഒന്നും ഉണ്ടായിട്ടാ. ഇത് അത്യാവശ്യം നല്ല വലിയ ഗ്ലാസ്സാണ്. പക്ഷെ എനിക്കുള്ളത് ഇട്ട സമയത്ത് നല്ല ഇഷ്ടമായി. ആ ഒരു ഹെയർ സ്റ്റൈലും ജീൻസും ടീഷർട്ടും എല്ലാം കൂടി ആ ഗ്ലാസും കൂടി വന്നപ്പോഴേക്കും നല്ല രസമുണ്ട്. അത്ര വലിയ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഡോക്ടറെ വേഗം കാണിക്കാൻ പറ്റീനി.
തിരിച്ച് അച്ഛനോട് കൂട്ടാൻ വരാൻ വേണ്ടി പറഞ്ഞപ്പോഴേക്കും അച്ഛൻ കുറച്ച് തിരക്കാന്നുണ്ടായത്. അപ്പം അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മാളിൽ പോയിട്ട് ഡ്രസ്സ് നോക്കിക്കോ, കുറച്ച് അവിടെ പോയി ഡ്രസ്സ് നോക്കി, അപ്പോഴേക്കും അച്ഛൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കുഞ്ഞാവും അമ്മയും കൂടി നേരെ ഓട്ടോവും വിളിച്ച് പയ്യനൊരു മാളിലേക്ക് വിട്ടു. ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ അത്ര വലിയ തിരക്ക് ഉണ്ടായിട്ട് മാളിൽ. അങ്ങനെ കുറേ നേരം ഡ്രസ്സും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടന്നു. എനിക്കാണെങ്കിൽ ഈ പോപ്കോൺ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നേരെ പോയി ഞാനും അമ്മയും പോപ്കോൺ കഴിച്ചു. കുഞ്ഞാക്ക് ഈ പോപ്കോൺ അത്ര വലിയ ഇഷ്ടമല്ല, അവൾക്ക് നല്ല സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. അവൾ ഐസ്ക്രീമാണ് കഴിച്ചിട്ടുണ്ടായത്. എനിക്കാണെങ്കിൽ കുഞ്ഞാവ് ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് വേണം തന്നെ ഉണ്ടായിന്, പക്ഷേ എൻ്റെ തൊണ്ട ഭയങ്കര വേദന. ഇന്നലെ ഞാൻ നല്ല തണുത്ത ജ്യൂസ് കുടിച്ചുകൊണ്ട് തന്നെ ഇന്നേക്ക് ഭയങ്കര തൊണ്ടവേദന. അമ്മക്കും അതെ, അമ്മക്കും നല്ല തൊണ്ടവേദന. അതുകൊണ്ട് അമ്മ പറഞ്ഞ ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും പോപ്കോണും കുഞ്ഞാവ് ഐസ്ക്രീമും കഴിച്ചു. എല്ലാം കഴിച്ച് തീർത്തതിന് ശേഷം വീണ്ടും അച്ഛനെ വിളിച്ചു. എന്നിട്ടും അച്ഛനെ കാണുന്നില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയി. എനിക്കാണെങ്കിൽ ഈ ഒരു ടീഷർട്ടും ഷോർട്ട്സും ഭയങ്കര ഇഷ്ടമായിനെ, പക്ഷേ കുറച്ച് ലൂസായിപ്പോയി. ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ. ഇതേ ഒരു സെയിം ടീഷർട്ട് എനിക്ക് മുന്നേ ഉണ്ടായിനെ. അപ്പോൾ അമ്മ പറഞ്ഞു ആ ടീഷർട്ട് ഒരു 2 അലക്കിന് ഒരൊറ്റടിക്ക് ലൂസായിന്. അപ്പോൾ അമ്മ പറഞ്ഞു ഇത്രയും ലൂസ് എടുത്തിട്ട് വീണ്ടും 2 അലക്കിന് എന്തായാലും ഇത് ലൂസാവും, അതുകൊണ്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറെ ഒരു ഡ്രസ്സും കൂടി നോക്കിയിട്ടുണ്ടായിന്. എനിക്കാണെങ്കിൽ ഫസ്റ്റ് കണ്ട ആ ഒരു ടീഷർട്ടിനെ ഭയങ്കര ഇഷ്ടമായി. അത് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സാണ്. ഇതൊന്നും എനിക്ക് വലിയ അത്ര ഇഷ്ടമായിട്ടാണ്. അങ്ങനെ കുറച്ച് നേരം ഡ്രസ്സ് നോക്കിയിട്ട് അച്ഛനതാ വന്നു. അച്ഛനൊരു വൈകുന്നേരം ആകുമ്പം ചായ നിർബന്ധമാണ്. അച്ഛൻ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ചായ വേണം. എനിക്കൊന്നും അങ്ങനെ ചായ വേണമെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് അത്രയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു നേരെ ചായ അടിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ ചായ അടിക്കാൻ വേണ്ടി വിട്ടു. എനിക്കും കുഞ്ഞാക്കും ചായ വേണമെന്നേ ഉണ്ടായിട്ടാണ്. അപ്പം അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടാളും വേറെ എന്തെങ്കിലും കഴിച്ചോ, അച്ഛനും അമ്മയും ചായ അടിക്കാമെന്ന് പറഞ്ഞു. അമ്മക്കും ചായ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അച്ഛനും അമ്മയും നേരെ ചായ അടിക്കാൻ വേണ്ടി പോയി. എനിക്കും കുഞ്ഞാക്കും ഷവർമ്മ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം നമ്മൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അച്ഛനും അമ്മയും ചായ അടിച്ചോ, നമ്മളെ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ ഷവർമ്മ കഴിക്കാനാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും പഴംപൊരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായത്. ചിലവർക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്, വൈകുന്നേരം ആകുമ്പം ചായ എന്തായാലും വേണമെന്നില്ല ആൾക്കാരുണ്ട്. എനിക്കൊന്നും അങ്ങനെ ചായ അത്ര വലിയൊരു അഡിക്റ്റ് അല്ല ഞാൻ. ചിലവർക്ക് ചായ കിട്ടാണ്ട് ആകെ അസ്വസ്ഥതയാവുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. മൈഗ്രെയിനുള്ള ആൾക്കാർക്കെല്ലാം ചില ആൾക്കാർക്ക് വൈകുന്നേരം ചായ കിട്ടിയിട്ടില്ലെങ്കിൽ തലവേദന വരുന്ന ആൾക്കാരുണ്ട്. എനിക്കെന്തോ ഭാഗ്യത്തിന് മൈഗ്രെയിൻ ഉണ്ട്, പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. ചായ കുടിച്ചാലും മൈഗ്രെയിൻ മാറുന്നൊരവസ്ഥയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് കുടിച്ചാലും മാറൂല ഇല്ല അവസ്ഥയാണ്. ചില സമയത്ത് മരുന്ന് കുടിച്ചാലും മാറൂല, ഡോക്ടറെ കാണിച്ച് ഇഞ്ചക്ഷൻ വെച്ചാലും മാറൂല. എനിക്ക് ചില സമയത്ത് ഉണ്ടാകുന്ന മൈഗ്രെയിൻ അങ്ങനെയാണ്. അച്ഛനും അമ്മയും ചായ അടിക്കുന്ന സമയം കൊണ്ട് ഞാനും കുഞ്ഞായും കാറിൽ വന്നിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും കാർ അച്ഛൻ പൂട്ടിയിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ മതിലിൻ്റെ മുകളിൽ കയറിയിരുന്നു. അച്ഛനും അമ്മക്കും കുറച്ച് സാധനം മേടിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കാറും കൊണ്ട് പോയി. ഞാനും കുഞ്ഞായും നേരെ ഷവർമ്മ കഴിക്കാൻ വേണ്ടി വന്നു. കുറേ കടയിൽ ഷവർമ്മയും പെരുത്തിയിട്ട് നടന്നു. ഒരു സ്ഥലത്ത് ഷവർമ്മയില്ല. ഇവിടെയും ബ്രോസ്റ്റഡ് ഷവർമ്മ മാത്രമേ ഉള്ളൂ. നമ്മൾ പയ്യന്നൂർ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പിലാണ് കയറിയിട്ടുണ്ടായത്. അങ്ങനെ 2 ബ്രോസ്റ്റഡ് ഷവർമ്മയും അതുപോലെ തന്നെ 2 പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞു. ഈ ഒരു ബ്രോസ്റ്റഡ് ഷവർമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കാണെങ്കിൽ തൊണ്ടവേദനയാണ്, എന്നാലും പൈനാപ്പിൾ ജ്യൂസ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഒടുവിൽ ഞാൻ പൈനാപ്പിൾ ജ്യൂസ് അങ്ങ് കുടിച്ചു. ഈ തണുത്തത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ തിരിച്ച് നമ്മ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പോവേന്നേ. അവർ കാറ് സ്റ്റാൻഡിലാണ് വെച്ചിട്ടുണ്ടായത്. അച്ഛനാണെങ്കിൽ ഡ്രസ്സ് എന്തോ മേടിക്കാനുണ്ട്. അച്ഛനെ ഒരു ജീൻസ് മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ മാക്സിലോട്ടേക്ക് വിട്ടു. പയ്യന്നൂർ വന്നാലുള്ള അവസ്ഥ ഇതാണ്, നാം ഇപ്പോഴേ വീട്ടിലേക്ക് എത്തൂല. പോകേണ്ട സ്ഥലത്തെല്ലാം കറങ്ങി തിരിഞ്ഞ് രാത്രി ആകുമ്പോൾ മാത്രമേ വീട്ടിലേക്ക് എത്തൂലൂ. ഇന്നാണെങ്കിൽ നല്ല തിരക്കാന്നുണ്ടായത് മാക്സിൽ. കാറ് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടായിട്ടാ. കാറ് പാർക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും നല്ല മഴയാണെന്നുണ്ടായത്. പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഇനി പറ്റൂല. അതുകൊണ്ട് തന്നെ കുറേ നേരം നമ്മൾ കാറിലിരുന്ന് ഓരോ വർത്താനം ഇങ്ങനെ പറഞ്ഞു. കുറച്ച് മഴയൊന്ന് കുറഞ്ഞപ്പം നമ്മൾ നേരെ മാക്സിലോട്ടേക്ക് നടന്നു. കുഞ്ഞാവാണെങ്കിൽ വന്നിട്ടുണ്ടായിട്ടാ. ഓൾക്ക് ബ്രോസ്റ്റഡ് ഷവർമ്മയെല്ലാം കഴിച്ചതിന് ശേഷം ആകെ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി പോലെ. അതുകൊണ്ട് ഓള് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു ബാഗ് എടുക്കണം എന്ന് ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ബാഗ് നോക്കി. ഈ ഒരു ബാഗ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ബാഗാണ്, ക്യാറ്റ് ബാഗ്. നല്ല ക്യൂട്ടുണ്ടല്ലോ കാണാൻ. ഇതാ ക്യാറ്റ് ബാഗ് അല്ല, അതിൽ നിന്ന് കുറച്ച് ചേഞ്ചാണ്. പക്ഷെ ഇതുപോലത്തെ ബാഗെല്ലാം ചെറിയ പിള്ളേർ ഇടുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പുറത്തുള്ള ആൾക്കാരിൽ ഇടുന്നുണ്ട്, പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് വിട്ട് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അധികം ഈ പ്രൈമറിയിലുള്ള പിള്ളേരെല്ലാം ഇതുപോലത്തെ ക്യാറ്റ് ബാഗും ഡോറയുടെ ബാഗും അങ്ങനത്തെ ഇട്ടിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ നേരെ പോയിട്ട് അമ്മക്ക് കുറച്ച് ടോപ്പ് നോക്കി. ഞാനാണെങ്കിൽ ഓണത്തിനിടാൻ പറ്റുന്ന 2-3 ടോപ്പ് നോക്കിയിട്ടുണ്ടായിനി. പക്ഷെ എനിക്ക് അത്ര വലിയൊരു കളക്ഷൻ അത്ര ഇഷ്ടമായിട്ടില്ല.
ഞാൻ മാക്സി പ്രാന്താണ്, ഏടെ മാക്സി കണ്ടാലും എനിക്കത് കാണിക്കണം. ഈ ഒരു മാക്സി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ബ്ലാക്ക് കളറ്, പക്ഷെ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് ഉണ്ടായത്. ഇത് ബനിയൻ ടൈപ്പാണ്. നല്ല രസമുണ്ട് അതിനെ കാണാൻ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ തന്നെ സെയിം ബ്രൗണും ഉണ്ട് മെറൂണും ഉണ്ട്. എനിക്കാണെങ്കിൽ ഈ ബ്ലാക്കാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമായത്. ഇതിൻ്റെ സെയിം മെറൂണും കൂടി ഞാൻ നോക്കിയിട്ടുണ്ടായിനി. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടമായത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യും. അങ്ങനെ നേരെ പോയി അച്ഛനൊരു ജീൻസ് കൂടി നോക്കി. മെയിനായിട്ട് അച്ഛനെ എടുക്കാനാണ് വന്നത്, പക്ഷെ ഡ്രസ്സ് ഫുള്ള് നോക്കിയത് ഞാനും അമ്മയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്താലോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.